എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണുകളിൽ അടുത്തിടെയായിട്ട് ഡയൽ പാഡിൽ കുറേയേറെ കളർഫുൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അപ്ഡേഷൻ എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. ഗൂഗിളിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ഡയൽ പാഡ് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോണിൻ്റെ 2 ഡയൽ പാഡുകളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഡയൽ പാഡ് അപ്ഡേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ളതും രണ്ടാമത്തത് ഡയൽ പാഡ് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ഉള്ളതുമാണ്. അപ്പോൾ പഴയ ഡയൽ പാഡിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേഷനാണ് പുതിയ അപ്ഡേഷനിലൂടെ പുതിയ ഡയൽ പാഡ് വന്നിരിക്കുന്നത്. ഈ 2 ഡയൽ പാഡുകൾ തമ്മിൽ ചില അഡ്വാൻറ്റേജും ചില ഡിസഡ്വാൻറ്റേജുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിലൊന്ന്, ഞാൻ ഈ ഉപയോഗിക്കുന്ന ഫോണ് വിവോയുടെ ഫോണാണ്. അതിനാൽ തന്നെ ഈ ഒരു വിവോയുടെ ഫോണിൽ വിവോയുടെ തന്നെ ഡയൽ പാഡാണ് ഉള്ളത്. അത് ചില സെക്യൂരിറ്റി ഇഷ്യൂസിനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫോൺ കോളൊക്കെ അത്ര സുരക്ഷിതമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ വിളിക്കുന്ന ഫോൺ കോളുകൾ എപ്പോൾ വേണമെങ്കിലും ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഫോൺ കമ്പനിക്കാർ നൽകുന്ന ഇൻബിൽട്ടായിട്ട് വരുന്ന ഡയൽ പാഡുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സ്ഥാനത്ത് നമുക്ക് അല്പമെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നത് ഗൂഗിളിൻ്റെ ഡയൽ പാഡാണ്. അതാണ് നമ്മുടെ ഫോണുകളിലെല്ലാം പുതിയ അപ്ഡേഷനിലൂടെ നമുക്ക് പുതിയ ഡയൽ പാഡായിട്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെയുള്ളത്, പഴയ ഡയൽ പാഡിൽ കോൾ റെക്കോർഡിംഗ് ചെയ്യാവുന്ന സമയത്ത് അനൗൺസ്മെൻ്റ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ മറ്റുള്ളവർക്ക് ഒരു വിമുഖതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പഴയ ഡയൽ പാഡിൽ അനൗൺസ്മെൻ്റ് ഇല്ലാത്തത് വളരെ ഉപകാരമായിരുന്നു. എന്നാൽ ഗൂഗിളിൻ്റെ പുതിയ ഡയൽ പാഡിൽ അനൗൺസ്മെൻറ്റ് വരുന്നതാണ്. അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എങ്കിൽ പോലും നമ്മുടെ സുരക്ഷിതത്വത്തെ കരുതി നമുക്ക് പഴയ ഡയൽ പാഡിനേക്കാൾ ഭേദം നമ്മുടെ പുതിയ ഡയൽ പാഡാണ്. അതാകുമ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഡയൽ പാഡാണ്. ചുരുക്കം പറഞ്ഞാൽ പുതിയ ഈ ഒരു ഡയൽ പാഡ് ഗൂഗിളിൻ്റെ ഡയൽ പാഡാണ്. നിങ്ങൾക്ക് ഇതുവരെയും ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാം, നിങ്ങളുടെ ഫോണിലുള്ള ഡയൽ പാഡ് കമ്പനി ഡയൽ പാഡാണ്. അതായത് ഫോൺ കമ്പനിക്കാരുടെ തന്നെ ഡയൽ പാഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ ഈ ഡയൽ പാഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, പഴയ ഡയൽ പാഡ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ 2 ഡയൽ പാഡും മാറ്റി വെച്ചിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് അവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മളിവിടെ ആദ്യമേ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം താഴെ നമ്മൾ സെർച്ച് ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിലായിട്ട് മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആപ്പിൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. അവിടെ നമ്മൾ ഗൂഗിൾ ബൈ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന രണ്ടാമത്തെ ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഫോൺ ഗൂഗിൾ LLC എന്ന് നമുക്കിവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഗൂഗിളിൻ്റെ ഡയൽ പാഡാണ്. അങ്ങനെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് സെറ്റിങ്സിൽ ചെന്ന് ആപ്പ് സെക്ഷനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ മുകളിലിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്പുകളുടെയും ഒരു ലിസ്റ്റ് വരുന്നതാണ്. ഇവിടെ നമ്മൾ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിൽ സെർച്ച് ബാറിൽ ഇവിടെ നമ്മൾ ഫോൺ എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി 2 ആപ്പുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്, ഫോൺ എന്ന പേരിലുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന ആപ്പ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിളിൻ്റെ ഡയൽ പാഡാണ്. രണ്ടാമത്തെ ആപ്പ് വിവോയുടെ തന്നെ ഡയൽ പാഡാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിളിൻ്റെ ഡയൽ പാഡ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് എടുത്തിടേണ്ടതാണ്. അതിനുശേഷം ഗൂഗിളിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് ആവശ്യമായ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഗൂഗിളിൻ്റെ പുതിയ ഡയൽ പാഡ് നമ്മൾ ഡിഫോൾട്ട് ഡയൽ പാഡായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോയിൽ വിവോയുടെ ഡയൽ പാഡിൽ നിന്ന് മാറി ഗൂഗിളിൻ്റെ ഡയൽ പാഡിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഗൂഗിളിൻ്റെ ഡയൽ പാഡിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ ഡയൽ പാഡായിരിക്കും ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നത്. ചിലർക്ക് ഗൂഗിളിൻ്റെ ഈ ഡയൽ പാഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ചിലർക്ക് ഇത് ലഭിക്കാൻ സാധ്യതയില്ല. ഗൂഗിളിൻ്റെ ഡയൽ പാഡ് ഡിഫോൾട്ട് സെറ്റിങ്സ് ആയിട്ട് വെച്ചെന്ന് പറഞ്ഞാലും അത് ഓപ്പൺ ആയി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഴയ ഡയൽ പാഡ് റിമൂവ് ചെയ്യേണ്ടതാണ്. പഴയ ഡയൽ പാഡിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഒരു പോപ്പപ്പ് മെനു വരുന്നതാണ്. ആ മെനുവിൽ നിന്ന് ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടുകൂടി അടുത്ത വരുന്ന വിൻഡോയിൽ ക്ലിയർ ക്യാച്ച്, ക്ലിയർ ഡേറ്റ എന്നീ 2 ഓപ്ഷനുകൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ്.
ആ 2 ഓപ്ഷനുകളും ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം പുറകോട്ട് വന്ന് നമ്മുടെ പഴയ ഡയൽ പാഡ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്ത് നമ്മുടെ പഴയ ഡയൽ പാഡ് ക്ലിയർ ചെയ്ത് കളയുക, റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിളിൻ്റെ ഡയൽ പാഡ് ഡിഫോൾട്ടായിട്ടുള്ള ഡയൽ പാഡായിട്ട് മാറുന്നതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഡിഫോൾട്ട് ഡയൽ പാഡായിരിക്കും നമ്മൾ പിന്നെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ലഭിക്കുക. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്.